പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ക്രിസ്മസ് ദിവസം അങ്ങനെ കഴിയാറായി. ക്രിസ്മസ് ആശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചില വാർത്തകൾ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യേണ്ടെന്ന് കരുതിയത് ഇന്നത്തെ ദിവസം. പക്ഷെ അത് പറയാതിരിക്കാൻ തരമില്ല. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ചില കോമഡി ഷോകൾ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ചിരി വരികയാണ്. അവർ ഹിറ്റായ സിനിമകളുടെ കുറച്ച് ലിസ്റ്റൊക്കെ ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുകയാണ്. ചില സിനിമകൾ അതിലെങ്ങനെ ഇടം പിടിച്ചു എന്നുള്ളത് സത്യം പറഞ്ഞാൽ തമാശയാണ്. എമ്പുരാൻ എന്ന ചിത്രത്തിന് പ്രൊഡക്ഷൻ കോസ്റ്റ് ഏകദേശം 200 കോടിക്കടുത്താണെന്നാണ് പറയപ്പെടുന്നത്. ഇനി അതല്ല, അതൊരു 100 കോടിയാണെങ്കിൽ തന്നെ ആ ചിത്രത്തിന് ഇത്ര വലിയൊരു ഹിറ്റ് സ്റ്റാറ്റസ് കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ വളരെയധികം ചിലവ് ചുരുക്കിയെടുത്ത പല സിനിമകളും വൻ വിജയം നേടിയിട്ട് പോലും ആ സിനിമകളെ വെറും ഹിറ്റ് സ്റ്റാറ്റസിൽ ഒതുക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അത് വളരെയധികം നിരാശാജനകമായ കാര്യമാണ്. പരാജയപ്പെട്ടു എന്നല്ല ഞാൻ പറയുന്നത്. ഈ എമ്പുരാൻ എന്ന ചിത്രത്തിന് ഏകദേശം 180 കോടിക്കടുത്തുള്ളൊരു പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് 3 ഇരട്ടി കിട്ടിയാലാണ് അത് വൻ വിജയം എന്നുള്ള ലെവലിലൊക്കെ കാണുള്ളൂ എന്നൊക്കെയാണ് വലിയ പ്രമുഖ ഇൻ്റർനെറ്റിലൂടെ പലതും പഠിച്ചെടുത്ത പല പ്രമുഖ സിനിമാ ചാനലുകാരും പറയുന്നത്. വലിയ സിനിമ നിരൂപണകാരന്മാരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ അവരൊക്കെ പറയുമ്പോൾ നമുക്ക് അന്ന് ചില സിനിമകൾ ഇവിടെ വിജയിച്ചു നമ്മൾ പറഞ്ഞപ്പോൾ അത് വിജയിച്ചിട്ടില്ല, അതിന് 3 ഇരട്ടി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് തർക്കിച്ചിട്ടുള്ള മഹാന്മാരായിട്ടുള്ള യൂട്യൂബേഴ്സുണ്ട് പലരും. എനിക്ക് പേഴ്സണലി അറിയുന്നവരുണ്ട്. പക്ഷേ അവരൊക്കെ മമ്മൂട്ടി സിനിമകളോ അല്ലെങ്കിൽ മറ്റുള്ള നടന്മാരുടെ സിനിമകളൊക്കെയാണ് അങ്ങനെ താത്തിക്കെട്ടാൻ ഉപയോഗിക്കാറ്. പക്ഷേ ലാലേട്ടൻ്റെ സിനിമകൾ വരുമ്പോൾ ലാലേട്ടൻ എനിക്കിഷ്ടമാണ്, ലാലേട്ടൻ്റെ സിനിമകൾ ഇഷ്ടമാണ്. എനിക്ക് ഏകദേശം ഒരു ആവറേജ് ലെവലിൽ ഇഷ്ടപ്പെട്ട പടം തന്നെയാണ് എമ്പുരാൻ. പക്ഷേ അതൊരു വൻ വിജയ ചിത്രമായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരി വരികയാണ്. തുടരും ഓക്കെയാണ്. തുടരുമിന് വളരെ ചുരുങ്ങിയ ചിലവിൽ നിർമ്മിച്ച് വൻ വിജയം നേടിയ സിനിമയാണ്. വലിയൊരു കംബാക്ക് ആയിരുന്നു ലാലേട്ടൻ ഈ കഴിഞ്ഞ 2025 കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയത്. ഇന്നത്തെ സിനിമ എന്താണെന്ന് അറിഞ്ഞുകൂടാ, വൃഷഭയ്ക്ക് എന്താണ് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ മറ്റേ ബബ്ബയിലും അദ്ദേഹം ചെന്ന് തലവെച്ച് കൊടുത്ത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഏതായാലും വളരെയധികം സങ്കടം തോന്നുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥ ആലോചിച്ചിട്ട്. ഈ അദ്ദേഹത്തിനെ ന്യായീകരിക്കുന്ന ചില വ്യക്തികളെ കാണുമ്പോൾ സങ്കടം വരികയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന അറിഞ്ഞുകൂടാ. ചില സിനിമകൾ അവിടെ വളരെ കോസ്റ്റ്ലെസ് ആയിട്ട് എടുത്തുള്ള സിനിമകളുണ്ട്, എന്നിട്ട് അത് വൻ വിജയം നേടിയിട്ടുണ്ട്. ഇപ്പോൾ കളങ്കാവൽ പോലും വെറും ഹിറ്റ് മാത്രമായിട്ടുള്ളൂ, സൂപ്പർ ഹിറ്റും അല്ല, വലിയ വിജയവും ബ്ലോക്ക് ബസ്റ്ററൊന്നും അല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ വെറും 20 ദിവസം കൊണ്ട് 80 കോടി രൂപ ചിത്രം കളക്ട് ചെയ്ത് കഴിഞ്ഞു. 20 കോടിക്കടുത്തുള്ളൊരു മുടക്ക് മുതൽ തന്നെയാണ് ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നും നമുക്കറിയാം. എന്തായാലും കളങ്കാവലിനെ താത്തിക്കൊണ്ട് മാത്രമല്ല സംസാരിക്കുന്നത്, പല സിനിമകളും ആ ലിസ്റ്റിൽ വളരെ ബാക്കിലാണ് കിടക്കുന്നത്. പക്ഷേ ഈ ഒരു സിനിമ എമ്പുരാൻ എങ്ങനെ ഇത്ര വലിയൊരു വിജയം എന്നുള്ള രീതിയിൽ കാണിക്കുമ്പോഴാണ് കളക്ഷൻ ബേസിൽ ടോട്ടൽ കളക്ഷനിൽ അത് സംഭവം തന്നെയാണ്. പക്ഷേ അത് നിർമ്മാണ ചെലവ് നോക്കുമ്പോൾ അത് വലിയ വിജയമാണോ? നിങ്ങൾ പറ, നിങ്ങളുടെ അഭിപ്രായം പറ.